ഇപ്പൊ പൊതുവെ കുട്ടികൾ പറയുന്നത് അല്ലെങ്കിൽ പാരന്റ്സ് പറയുന്നത് MBBS ഒക്കെ കാലം കഴിഞ്ഞു, ഡോക്ടറായിട്ടൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ സാറ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നീറ്റ് കുട്ടികൾക്ക് MBBS കിട്ടാനുള്ള കോഴ്സാണ് സാർ കൊടുക്കുന്നത്. മാത്രമല്ല സാറിന്റെ രണ്ട് മക്കളും ഒരാള് MBBS കഴിഞ്ഞു, MDക്ക് വേണ്ടി പഠിക്കുന്നു, രണ്ടാമത്തെ ആള് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോ ഈ മെഡിക്കൽ ഫീൽഡിന്റെ അല്ലെങ്കിൽ MBBSന്റെ ഒരു പോസിബിലിറ്റി കഴിഞ്ഞു എന്നാണോ സാർ ചിന്തിക്കുന്നത്, അതോ ഇനി കൂടി വരുമെന്നാണോ സാർ പ്രതീക്ഷിക്കുന്നത്? പലരും പറയാറുണ്ട് MBBS കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നു. തീർച്ചയായിട്ടും ഇല്ല, വെറുതെ തെറ്റായ ധാരണ. ഇന്നും നമുക്ക് ആവശ്യം ഡോക്ടേഴ്സിന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു ആൾക്കാരുടെ നോക്കിക്കഴിഞ്ഞാൽ 10,000 പേർക്ക് കൂടെ ഒരു ഡോക്ടറിനെ കിട്ടുന്നു. അവിടെ മുറി വൈദ്യന്മാരാണ് ഇപ്പോഴും ഡോക്ടർ എന്ന് പറഞ്ഞ് നടക്കുന്നത്. കേരളത്തിന്റെ അകത്ത് ഒരു ഡെൻസിറ്റി വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു 600, 700, 1000 പേർക്കെല്ലാം ഒരു ഡോക്ടർ ഉണ്ടെന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷെ ഇപ്പോഴും ഇവിടെയും ഡോക്ടറിന്റെ ആവശ്യങ്ങൾ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ എന്റെ 2 മക്കളും ഡോക്ടറായി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഇന്റഗ്രേറ്റഡ് ബാച്ചസ് തുടങ്ങിയതുകൊണ്ട്. ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ഡോക്ടർ ആകത്തില്ല. കാരണം ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ അവർക്ക് കിട്ടിപ്പോവാൻ കാരണം ആ ഇന്റഗ്രേറ്റഡ് ബാച്ച് ഉള്ളത് കൊണ്ടാണ്. സെനത്ത് ബാച്ചാണ്. ആ സെനത്ത് ബാച്ച് ഇല്ലായിരുന്നെങ്കിൽ അവരൊന്നും എത്തത്തില്ല. കാരണം അവരെ ഫോക്കസ് ചെയ്ത് എല്ലാ സ്കൂളുകളും കൊണ്ടുവരണം എന്നില്ല. നമ്മുടെ ഇവിടെ ഹൈലി ഫോക്കസ് ചെയ്ത് അവരുടെ എല്ലാ എന്റർടൈൻമെന്റുകളും നടത്തി അവരെ ആദ്യത്തെ ചാൻസിൽ കൊണ്ടെത്തിക്കുന്നു. എനിക്ക് പറയാനുള്ളത് കേരളത്തിന്റെ അകത്തും ഇപ്പോഴും MBBSന് ഓഫർ കൂടുതൽ തന്നെയാണ്. നല്ലൊരു ഡോക്ടറിന്റെ മക്കൾ ഡോക്ടറാവുക തന്നെ ചെയ്യുന്നു. 1 or 2 പേര് മാത്രമേ മാറിപ്പോകുന്നു. ബാക്കിയുള്ളവർ ഇപ്പോഴും ആകുന്നുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ തന്നെ എന്തുമാത്രം അവസരങ്ങളാണ് ഡോക്ടേഴ്സിനുണ്ടാവുന്നത്. പക്ഷെ പലപ്പോഴും പാരന്റ്സ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അടുത്ത വീട്ടിലിരിക്കുന്ന ആള് ചുമ്മാ ഇരിക്കുകയാണ് MBBS കഴിഞ്ഞ്. നമ്മൾ അത് ആലോചിക്കും പറയണം, അവൻ ചൈനയിൽ ചെന്നിട്ട് എടുത്തിട്ടുള്ളതാണ്, ഇവിടത്തെ കോഴ്സ് പാസ്സായിട്ടില്ല, ഇവിടത്തെ ഒരു എൻട്രൻസ് എഴുതിയാലേ ഇങ്ങോട്ട് വരാം, എലിജിബിലിറ്റി പരീക്ഷ പാസ്സാകാത്ത കൊണ്ടാണ് അവൻ വെളിയിൽ ഇറങ്ങാതെ ഇരിക്കുന്നത്. പക്ഷെ മറ്റു പാരന്റ്സ് ചിന്തിക്കുന്നത് MBBS എടുത്തിട്ടും അവനൊന്നും കിട്ടിയില്ല, അവനൊരു അവസരവും കിട്ടുന്നില്ല. യഥാർത്ഥത്തിൽ അവൻ ഒരിടത്ത് അവസരം കൊടുക്കാൻ പാടില്ല. കാര്യം അവിടെ നടത്തിയതും ഇവിടെ വന്നിട്ട് ഒരു എലിജിബിലിറ്റി പരീക്ഷ പാസ്സാകാത്തവര് എങ്ങനെയാ മനുഷ്യരെ ചികിത്സിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് പുറത്തിറക്കാതിരിക്കുന്നതാണ് നല്ലത്. പലപ്പോഴും അത് കണ്ടിട്ടാണ് പാരന്റ്സ് തെറ്റിദ്ധരിക്കുന്നത്, ഇങ്ങനെയാണ് MBBS എടുത്ത് വെറുതെ ഇരിക്കുന്നത്. ഇപ്പൊ ട്രിവാൻഡ്രം സെന്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം MBBS കഴിഞ്ഞിട്ട് അവർക്കൊരു മിനിമം 1 lakh എങ്കിലും സാലറി കിട്ടുന്നു. പലയിടത്തും കിട്ടുന്നുണ്ട്, ഫ്രഷ് ഹാൻഡിന് കിട്ടുന്നു. പക്ഷെ പലരും കുറച്ച് ദിവസം പോയിട്ട് അടുത്ത PGക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോകും. അതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴും അതിന്റെ ഗ്ലാമർ തീർന്നിട്ടില്ല. ഇന്നും ഗ്ലാമർ കൂടിക്കൂടി തന്നെയാണ് വരുന്നത്.